ഇന്നിപ്പോൾ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് എടുത്ത് ഞാനൊരു ഏകദേശം ഒരു 10 എണ്ണം പരത്തി വെച്ചു കേട്ടോ. അതിലേക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കി സോയ, സവാള, തക്കാളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു മസാലയും അതിന് പരത്തി വെച്ച ചപ്പാത്തിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുത്തു. ശേഷം അതൊന്ന് നന്നായിട്ട് മടക്കി എടുത്തു കേട്ടോ. സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ദോശക്കല്ലിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തു കേട്ടോ. ചുട്ടെടുത്ത് ചപ്പാത്തികളെല്ലാം അടിപൊളിയായിട്ടൊന്ന് അലങ്കരിച്ചെടുത്തു കേട്ടോ. പക്ഷെ നോക്കി അലങ്കരിച്ച ലാസ്റ്റ് ചുട്ട ചപ്പാത്തി ഉണ്ടല്ലോ, 2-3 ലേശം കരിഞ്ഞുണ്ടായിരുന്നു. അത് മുകളിലേക്ക് ആട്ടോ വെച്ചത്. ഏട്ടനാണ് അലങ്കരിച്ചതൊക്കെ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചൂടുള്ള കട്ടൻ കാപ്പിയും കട്ടൻ ചായയും. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഏട്ടൻ കട്ടൻ കാപ്പി കുടിക്കുള്ളൂ, ഞാനും മക്കളും പിന്നെ കട്ടൻ ചായയും കുടിക്കും. അങ്ങനെ 2 ടൈപ്പൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് അതൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ചൂലുണ്ടാക്കലാണ് കേട്ടോ. നമുക്ക് കുറച്ചധികം പച്ച ഓല കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ചൂലുണ്ടാക്കിയാൽ നല്ല മയം ഉണ്ടാവും, ഒരുപാട് നാൾ ഈടും നിൽക്കും. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ മക്കളും ഒപ്പം കൂടിയിട്ടുണ്ട്. ഈ 2 പാത്രത്തിലായി എടുത്തു വെച്ചേക്കുന്നത് മഞ്ഞളും കുങ്കുമം ഒന്നല്ല കേട്ടോ. രാവിലത്തെ ബീട്രൂട്ട് തോരനും വൈകിട്ടത്തെ ആ ഒരു ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ മസാലയാണ്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ. വൈകുന്നേരത്തേക്ക് നമുക്കിതാ ബാക്കി വന്ന ഒരു ചപ്പാത്തി മാവും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് അടിപൊളി കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇതാ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. ഇങ്ങനെ പാത്രങ്ങൾ കൂടാറില്ല, എന്നാലും ഇന്നിപ്പോൾ അത് കുന്നുകൂടി. അപ്പോൾ പിന്നെ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ നാളത്തേക്ക് വെള്ളപ്പത്തിന് അരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചു. പിന്നെ ഞാനിതാ വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാൻ ആരും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. എല്ലാം അവർക്കുള്ളത് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കഴിച്ചു. വേറെ ഒന്നുമല്ല, 10 മണിക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഒരു ഷോർട്സ് ഉണ്ടല്ലോ, എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ അവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ ശരിയാവില്ല. 9:15 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാത്രി വേഗം കഴിച്ചു. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മസാല ഉണ്ടല്ലോ, അത് ബാക്കി ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ടാണ് ശ്രീക്കുട്ടി കഴിക്കാമെന്ന് പറഞ്ഞത്. കഴിക്കാൻ വിളമ്പി വെച്ച ചില സമയത്തൊക്കെ അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ വരുള്ളൂ. കുറേ വിളിച്ചാലേ വരുള്ളൂ. ചില സമയത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വരും കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഗെയിമോ എന്തൊക്കെയോ കളിക്കുകയാണ്, മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മക്കൾ മൊബൈലിലൊക്കെ കളിക്കാനിരിക്കുന്നത്. പിന്നെ ശ്രീനും ശ്രീക്കുട്ടിയും ഏട്ടനും ഒക്കെ പാടെ എല്ലാവരും കൂടി ഇരുന്നൊക്കെ കഴിച്ചു. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നാളത്തേക്കുള്ള അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു കേട്ടോ. ഞാൻ ഉഴുന്ന് നല്ലോണം പതഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. തലേ ദിവസമോ നിങ്ങൾ എപ്പോഴാണ് വെള്ളത്തിലിടുന്നത്, ഒരു 6 മണിക്കൂർ ഉഴുന്ന് നന്നായി കഴുകി വെള്ളത്തിലിടുക.